ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ നമ്മൾ അബുദാബിയിലേക്ക് വരുന്നതും ഫ്രോസൺ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതും അതൊരുപാട് ആൾക്കാർക്ക് യൂസ്ഫുള്ളായി. ഇനി ഇതുപോലുള്ള വീഡിയോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കമൻസും അത് കൂടാണ്ട് ഞാനതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റായിട്ട് ഒരു ഹാർട്ടെങ്കിലും ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ, ശരിക്കും എനിക്ക് പേഴ്സണലി അറിയാത്ത ആൾക്കാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാർട്ട് കമൻറ്റായിട്ട് ഇട്ടത്. ആ ഒരു ഹാർട്ടിനില്ല ഒരുപാട് ഹൃദയം ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ ഉയർത്താനും എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനും എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാനും കൂടി ആയിരിക്കുമല്ലോ നിങ്ങളത് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ട് മാത്രം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ആ ഒരു സപ്പോർട്ട് അത് ഇൻഷാ അല്ലാഹ് അതെന്തായാലും എനിക്കുള്ളൊരു ഭയങ്കര ഊർജ്ജം തന്നെയാണ്. എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങളെ ഈ റെസിപ്പീസായിട്ടും എനിക്ക് കിട്ടുന്ന അറിവുകളായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടാനും ഞാൻ വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചു പോകുന്നു. അതുമല്ല, താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. റിയലി ഐ എം സോ താങ്ക്ഫുൾ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല ഇനിയിലെ വീഡിയോ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എത്ര ഇനി കഷ്ടപ്പെട്ടാലും സാരമില്ല, ഞാനത് ചെയ്തിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ പണി ഡബിളാക്കലാണ്. നമ്മൾ നേരാവണ്ണം ഒരു കുക്ക് ചെയ്യുന്നതും നേരെ മറിച്ച് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ചെയ്യുന്നതും നമുക്ക് ദിവസവും ടൈമും വല്ലാണ്ടങ്ങ് പോവും. എന്നിരുന്നാലും നമ്മൾ ആ ഒരു ജോലി അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചിന്തിക്കുമ്പം മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും രാവിലെ മുതലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നാട്ടിൽ നിന്നുള്ള പോലെ തന്നെയാണ് ആ ഒരു ടൈം ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ എനിക്ക് ശീലമായി. അലാറം വെച്ചിട്ടില്ലെങ്കിലും ആ ഒരു 4:30 എന്ന് പറയുന്ന ടൈമിന് ഞാൻ എഴുന്നേക്കും. പിന്നെ നമ്മുടെ നിസ്കാരങ്ങൾ കാര്യങ്ങൾ, പിന്നെ ഹസ്ബൻഡ് ഉറങ്ങുന്നതുകൊണ്ട് ഹസ്ബൻഡ് കുറച്ച് വൈകിട്ടാണ് എണീക്കുക. എന്നുവെച്ചാൽ രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയാവും എത്താൻ വേണ്ടിയിട്ട്, ഈവനിങ് കുറച്ച് ടൈമാവും. റീമിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഉള്ളത് കൊണ്ട് ആൾ സ്വബി കലാകുന്നതിൻ്റെ കുറച്ച് ടൈം മുമ്പ് എഴുന്നേക്കാം. ഞാൻ പിന്നെ ആ ഒരു തഹജ്ജുദിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എഴുന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതൊക്കെ എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഖുർആൻ കുറച്ച് ഓതി. ഞാൻ ഇപ്പം പറയുന്നത് പോലെ നമ്മൾ രാവിലെ എന്താ ചെയ്യാനുള്ളത്, അത് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും രാവിലെ നിങ്ങളിപ്പം ഈ ഒരു നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ ഡേയ്സ് തുടങ്ങുകയാണെങ്കിൽ അത് നമുക്ക് ബെറ്റർ മൈൻഡ്, നമ്മുടെ മൈൻഡിന് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. നമുക്ക് ആദ്യമൊന്നും അത് ഫീൽ ചെയ്യില്ല. കുറച്ച് ഏജായിട്ട് വരുമ്പോഴും നമുക്ക് കുറേ മക്കളെ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, പല സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്തില്ലേ നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക്, നമ്മളെ ബോഡി, നമ്മളെ ശരീരം നമുക്ക് ഇനിയും ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വേണ്ടേ. നമ്മളെ മനസ്സ് സന്തോഷമായി കഴിഞ്ഞാലല്ലേ നമ്മളെ ചുറ്റുപാടുള്ളവരുടെ മനസ്സ് നമുക്ക് സന്തോഷമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കുറേ ഓതി കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ദാഹിക്കാൻ തുടങ്ങി. ഞാൻ അധികം രാവിലെ വെള്ളം കുടിക്കുന്നതിനേക്കാളും രാത്രിയിലാണ് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ദാഹം ഫീൽ ചെയ്യലേ. അപ്പോൾ അതുപോലെ ഈ രാവിലെ ഉറങ്ങി എണീച്ചാലെല്ലാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. പിന്നെ പണിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കൽ വളരെ കുറവാണ്. അത് വളരെ മോശമെന്നും അറിയാം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കൽ. എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ, നമുക്ക് ഒറ്റയടിക്ക് എല്ലാം ഭംഗിയാക്കണമെന്ന് വിചാരിച്ചാൽ നടക്കൂല അല്ലേ. സ്ലോലി ആയിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ചില വീഡിയോ ഞാൻ ഇങ്ങനെ ക്ലിപ്പൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുക. ഇടയ്ക്ക് ഞാൻ ലൈറ്റ് ഇടാണ്ടൊക്കെ ഇങ്ങനെ ഖുർആൻ എടുത്തിട്ട് തുറന്നിട്ട് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി, പക്ഷെ കണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് ലൈറ്റ് ഓണാക്കുന്ന രംഗങ്ങളിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ഒരു ടോപ്പിക്ക് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ ഫ്ലോയിൽ പോകുന്നതല്ല ഏറ്റവും നല്ലത് അല്ലേ. അങ്ങനെ തന്നെയല്ലേ നല്ലത്, നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് കിട്ടിയ ആ ഒരു ഫ്ലവർ
ഇത് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴാണ് കിട്ടിയെന്നുള്ളത്. മാഷാ അല്ലാ. അതിനിപ്പോൾ ഞാൻ പോകുന്നത് വരെ ഇവിടെ ഉണ്ടാവും. അത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒരു വിടർന്ന പോലെയുണ്ട്. കൊണ്ടുവന്ന പാടെ എനിക്ക് വെള്ളത്തിലിടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെയാണ് ബോട്ടിലിൽ വെള്ളമെല്ലാം ആക്കിയിട്ട് ഇതിൽ കുത്തി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇത് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. രാവിലെ കിച്ചണിൽ ഇങ്ങനെ റോസാപ്പൂലും കാണാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സന്തോഷം കിട്ടുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ കിച്ചണിൽ കയറുമ്പോൾ നമ്മുടെ മോർണിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അതന്നെ ആ ഒരു രാവിലത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മനസ്സിന് ഭയങ്കര സുഖമാണ്. ഇങ്ങനെ ഖുറാനൊക്കെ ഓതുന്നത് കേൾക്കുന്നു, ബാക്കി ബാക്കി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ രാവിലെ തന്നെ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഞാനിപ്പം മോർണിംഗിൽ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ഇന്ന് സാൻഡ്വിച്ച് അങ്ങനത്തെ എന്തെങ്കിലും മതി ഓഫീസിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടില്ലതും ഞാൻ കുറേ വ്ളോഗിൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റുള്ള സംഭവമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അത് ഒന്നും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇതാ പണിയെടുക്കുന്ന സമയത്തില്ല നമ്മൾ ഒറ്റക്കലാകുമ്പം നമുക്ക് വേഗം പണി തീർന്നിട്ട് ഇപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ കിച്ചൺ ക്ലീനിങ്ങും നമുക്ക് അതിൻ്റെ കൂടെ നടത്താൻ പറ്റും. ഞാനിപ്പം ആ ഉള്ളിൻ്റെ തോലും അതുപോലെ അതിൻ്റെ വേസ്റ്റൊക്കെ കണ്ടില്ലേ, ഇത് മുറിച്ചപാട് തന്നെ ആ ഭാഗത്തു നിന്ന് അത് നീക്കം ചെയ്തിട്ട് കച്ചറയിലിടാൻ. ഇനിയിപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ മുറിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ മുറിച്ചിട്ട് അതെടുത്തിട്ട് വേസ്റ്റിലിടാൻ. അപ്പോൾ എന്താകും, ആ ഒരു ഭാഗം ക്ലിയർ ആവും. നമ്മൾ ചെറിയ കാര്യങ്ങളാണ് വലിയ പണിയായിട്ട് വരാം. അപ്പോൾ ആ ഭാഗം ക്ലീൻ ആയിക്കഴിഞ്ഞാൽ എന്താക്കി ആ പണി അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത് തീർക്ക്. ഇപ്പോൾ ഇവനൊരു ചായ വെച്ച് കഴിഞ്ഞാൽ ഒരു ചായൻ്റെ അരിപ്പ നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ തട്ടിയിട്ട് അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തീരും. എല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൂട്ടി കുറേ ആവുമേ. ഞാനിപ്പോൾ ഈ റെസിപ്പി പറഞ്ഞുതരാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഇടുന്നുണ്ടെങ്കിൽ അത് ഇടാം. അതിലേക്ക് ഞാൻ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ചിക്കൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാ കിച്ചണിലൊരു വെളിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ട്യൂബും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയ ഡിം ലൈറ്റിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ നിങ്ങൾക്ക് ക്ലിയറായി കണ്ടോട്ട് വെച്ചിട്ടാണ് ആ ട്യൂബും കൂടി ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മളാ ചിക്കന് ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് മുറിച്ച് വെച്ച ക്യാപ്സിക്കവും തക്കാളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. കറക്റ്റായിട്ട് മനസ്സിലായില്ല. പാന് വെക്കുന്നു, മറ്റേ വെളുത്തുള്ളി ഇടുന്നു, അതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അതൊന്ന് വെന്ത് കഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഫുള്ള് വറ്റാൻ നിൽക്കണ്ടേ, ഏകദേശം ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ക്യാപ്സിക്കം 2 ക്യാപ്സിക്കം അതുപോലെ തക്കാളി ഞാൻ എത്രയാണ് എടുത്തെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് എടുത്ത് പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇതാ അതൊന്ന് പച്ചമണൽ മാറിക്കഴിയുമ്പോഴേക്ക് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒറിഗാനും അത് കൂടാണ്ടില്ലേ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കെച്ചപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതേപോലെ സോസ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സോസാണ് കേട്ടോ. ഇവിടെ ടൊമാറ്റോ സോസ് ഞാൻ അധികം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. കെച്ചപ്പ് ഇവിടെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. കെച്ചപ്പ് ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അതൊക്കെ പിന്നെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കാട്ടൂർ കഫേ പിസ്സ പോക്കറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. റെസിപ്പി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. എന്നിട്ട് അതിൻ്റെ മേലിൽ ഇതാ ചീസും അതുപോലെ നമ്മുടെ ചീസ് സ്ലൈസസും പിന്നെ കുറച്ചൊരു ഭംഗിക്ക് ഒരു പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ടതും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനും ഇട്ടിട്ട് നമ്മുടെ ഓവനിൽ ഒരു 10 മിനിറ്റ് ഇല്ലെങ്കിൽ 8 മിനിറ്റ് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് കൺവെൻഷനിൽ നമുക്ക് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അവിടെ റെഡിയായി. ഇത് മസാല ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എളുപ്പമാണ്. നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇപ്പം ഈ ഒരു സമൂന തന്നെ വേണമെന്നില്ല. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡിലാക്കാം. പിന്നെ നാട്ടിൽ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ലാസ്റ്റിൽ ബണ്ണിലാക്കിയത്, അതും നല്ല രസമാണ്. പിന്നെ ഓവനിൽ വെച്ചിട്ട് ആക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ, നിങ്ങൾ ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്ക്, നല്ലോണം ക്രിസ്പി ആവും. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണല്ലേ ഇത് ക്രിസ്പി ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓവനിൽ. നിങ്ങൾക്ക് ഫ്രൈ പാനിലും വെച്ചിട്ട് ആക്കാം, പക്ഷേ ഈ ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഓവനിൽ വെച്ച് ആക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആക്കാൻ കഴിയും. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉമ്പൂൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പിസ്സ പോക്കറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ നാസ്തക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറി തലേന്ന് ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി പിന്നെ പത്തൽ ചുട്ടിട്ടുണ്ടായിരുന്നു. പത്തൽ
നമ്മുടെ പത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്ന പത്തിലാണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിലായിട്ട് എങ്ങനെയാണ് പൊടിക്കുക, ഏത് അരി യൂസ് ചെയ്യുക എന്നുള്ളത് നാട്ടിലെത്തിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ പിന്നെ ആൾ കിച്ചണിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചായ ഒഴിക്കുക, ഞാനത് വീഡിയോ ഒഴിക്കുന്നത് എടുക്കുക എന്നുള്ളത് ഇപ്പോൾ കുറച്ച് മറന്നുപോയി സൈഡിലോട്ട്. അപ്പോൾ ചായ കൊണ്ടു കൊടുത്തതിന് ശേഷം നമ്മളെ ടിഫിൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തിലെ സംഭവം റെഡിയായി. ഇനിയിപ്പം നമുക്ക് പിന്നെ ഇന്ന് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കാണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ മോളും പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു മസാല നിങ്ങൾ കണ്ടില്ലേ, ബാക്കി അത്രയും മസാല ഉണ്ട്. അതിപ്പോൾ എനിക്കിനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ, ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് നിങ്ങൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഈ മസാല ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളും ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും ചെയ്യും. പിന്നെ റെസിപ്പി ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ പിന്നെ ആ ഒരു റെസിപ്പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനെ യാത്രയാക്കിയതിന് ശേഷം ആ രാവിലത്തെ ആ സൂര്യനില്ലേ, ഈ സമയത്ത് ഇറങ്ങുമ്പം ആ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ടൈമായി. ഞാൻ പറഞ്ഞില്ല അതിരാവിലെ ആൾ പോവും ഓഫീസിലേക്ക്. അപ്പോൾ അത് കുറച്ച് കണ്ടതിന് ശേഷം പിന്നെ റൂമിലേക്ക് കയറി. ചെറിയ ആൾ നല്ല ഉറക്കിലാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം ഒരുപാട് ഉറങ്ങാൻ വിടാറില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഈ ഒരു ടൈം ഇവിടെ വന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ കിടക്കാം. ഇപ്പം നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്ത് ഉറങ്ങാൻ പറ്റൂലല്ലോ. രാവിലെ മദ്രസ, പിന്നെ സ്കൂള്, പിന്നെ ട്യൂഷൻ, അങ്ങനെ ആയിട്ട് ഫുൾ എൻഗേജ്ഡ് ആവുമല്ലോ. അപ്പം പിന്നെ ആ ഒരു ശീലം പെട്ടെന്ന് ആ ഒരു രീതിയിൽ കൊണ്ടുപോകണ്ടെന്നുള്ള രീതി ഉള്ളത് കൊണ്ട് ഞാൻ എന്താക്കി, വേഗം എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്നുള്ളത്. നല്ലോണം വെയിലായി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റൂല അല്ലേ. അതുമല്ല ഇവിടെ ഇപ്പം വിൻ്റർ സ്റ്റാർട്ടായിട്ടാ, നല്ല ഒരു ഇളം തണുപ്പും കാറ്റും നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. ഈ ഒരു നവംബർ ഡിസംബർ എന്നെല്ലാം പറയുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള മന്തുമാണ് കേട്ടോ. പിന്നെ നവംബർ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേൻ്റെ മന്തും കൂടി വന്നിട്ട്, അതുകൊണ്ട് പണ്ടേ ആ ഒരു മാസം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഡിസംബറും പൂക്കളും പിന്നെ തണുപ്പും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക സന്തോഷം ഒന്നും കൂടി ഉണ്ടാകുന്ന ഒരു ടൈമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളതെന്താ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-16 വർഷത്തോളമായിട്ടാണ്. ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. അതുകൂടാണ്ടില്ല, നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് ഈ കാണുന്ന ബിൽഡിംഗ് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് മരുഭൂമി എന്ന് പറഞ്ഞാൽ ആ സമയത്തിൽ പിന്നെ റീലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു ഞാൻ ഇങ്ങനെ വിചാരിക്കും. കംപ്ലീറ്റ് കാലിയാണ്. നമ്മുടെ റൂമിൻ്റെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് തറ്റം വരെ ഫുൾ കാലിയാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും കാരിഫോറും ലൂലു സംഭവങ്ങളൊക്കെ വന്യാസിൽ വന്നിട്ടുണ്ടായത് നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള മാറ്റങ്ങൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മാറ്റങ്ങൾ തന്നെ പറയാം. അത്രയും എനിക്ക് ആ ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, ഫുള്ളി മരുഭൂമിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബിൽഡിങ് പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഭൂമി ഫുള്ള് അലങ്കരിക്കലായി എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ക്യാമനാളാകുമ്പോൾ ഭൂമി ഫുള്ള് ഈ കെട്ടിടങ്ങളെല്ലാം കൊണ്ട് അലങ്കരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെയും ചിന്തിക്കുമ്പോൾ ഭയങ്കര പേടിയില്ലാണ്ടില്ല ഇടക്കിടക്ക്. അപ്പോൾ എന്താക്കി, ഞാൻ ആ ഒരു വഴിയിലേക്ക് കൂടി ഇങ്ങനെ നടക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ചെടികളും ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാലില്ലേ നമുക്ക് ഭയങ്കര സുഖമുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മളെ ഈ പഴയ സാധനങ്ങൾ അധികം ഭയങ്കര മോശമായതല്ല, ഒരു ഏകദേശം കുറച്ച് പഴകിയ സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഡ്രസ്സായാലും ബാഗായാലും ചെരുപ്പായാലും നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇടാനുള്ളൊരു പ്ലേസ് ഉണ്ട്. അതിപ്പോൾ റോഡ് സൈഡിലായാലും ഇത് കണ്ട, ഇപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ളതാണ്. നമുക്ക് നടന്നുകൊണ്ട് വരുമ്പം തന്നെ നമുക്ക് പഴയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കാം. പഴയതെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് തീരെ ഉപയോഗശൂന്യമായത് നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം അത്യാവശ്യം നല്ലത്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുള്ള ഒരു സംഗതികളുണ്ടെങ്കിലും ബാഗായാലും ചെരുപ്പായാലും ഷൂ ആയാലും ഈവൻ സ്റ്റോറി ബുക്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നടന്ന് വരുമ്പം തന്നെ ഇതിൻ്റെ അടുത്താണ് ഒരു അറബിക് സ്കൂൾ വരുന്നത്. ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ടാണ് ഇങ്ങനെ ചെറിയൊരു ജിമ്മ്. ഇവിടുന്ന് പിന്നെ ഓപ്പണായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്ന് മോളോട് ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നടത്തം വരെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എത്തിക്കഴിഞ്ഞാലില്ലേ ഭയങ്കര ഒരു സമാധാനം. എന്താ പറയുക, ഞാൻ പറയാറില്ല, എൻ്റെ കയ്യിലാണ് സമയമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. രാവിലെ ഇപ്പോൾ ഹസ്ബൻഡിനെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്തെന്ന് വെച്ചാൽ മോൾക്ക് സ്കൂളിൽ ഇപ്പോൾ നാട്ടിലാണല്ലോ പഠിക്കുന്നത്. അപ്പം ബാക്കിയുള്ള സമയങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയി. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുക, അതുപോലെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പോലെ മിനിറ്റിന് ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല.
ഇല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ തരാപ്പാറ സാധനങ്ങൾ വാങ്ങാൻ പോകണം വരണം. ഇവിടെ ആകുമ്പോൾ ഹസ്ബൻഡ് എല്ലാം ചെയ്തു തരും. പിന്നെ എനിക്ക് അത്യാവശ്യം നടന്ന് പോകേണ്ട ദൂരത്തിലുള്ള ഒരു ഷോപ്പും ഉണ്ട്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ അൽഹംദുലില്ലാ കുറച്ച് സമാധാനമാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഒരുപാടധികം സമാധാനമാണ്. പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ റുട്ടീനും കാര്യങ്ങളും ആ ഒരു പടപ്പും കളിയും പിന്നെ കേക്കും ഒക്കെ കൂടി ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ടല്ലോ. എൻ്റെ ആ ഒരു ടൈം കിട്ടുന്നതുകൊണ്ടും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും കൂടി മാത്രമാണ് കേട്ടോ. പിന്നെ ഇതാ നടന്ന് വരുമ്പോഴാണ് നമ്മളെ അകത്ത് പുറത്ത് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ കറിവേപ്പില, അതിനൊക്കെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. AC-ൻ്റെ വെള്ളം അവിടെ വരുന്നതുകൊണ്ടാണ് അത് നന്ന ഉഷാറായിട്ട് വരുന്നുണ്ട്. വീട്ടിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ. അത് പുറത്തില്ല തന്നെ ടയർ വെച്ചിട്ട് അതിൽ മണ്ണ് വെച്ചിട്ട് കറിവേപ്പില വെച്ചത്. ഓക്കെ, അത് നന്ന ഉഷാർ. അപ്പോൾ കാടെല്ലാം പറിച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും നല്ല വിശപ്പായി. അപ്പം പിന്നെ മാംഗോ ജ്യൂസ് ഓൾറെഡി ബോട്ടിലായിട്ടുള്ളത് ഉണ്ടായി. അതും പിന്നെ രാവിലത്തെ ആ ഒരു പിസ്സ പോക്കറ്റും കൂടി കഴിക്കലാണ്. അതുപോലെ തന്നെ മോൾക്ക് ഇന്ന് നെസ്കയ്ക്ക് മതി എന്ന് പറഞ്ഞിട്ട് അതും പാലും കൂടി കൊടുത്ത്. ഇവിടുത്തെ പാലിന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നതില്ല. ഇവിടുത്തെ പാലിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമുക്ക് വെറുതെ കുടിച്ചു കഴിഞ്ഞാലും ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതും കൂടി എനിക്ക് നാട്ടിൽ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. ചില നമ്മളെ മിൽമ പാലിനേക്കാളും എത്രയോ ബെറ്റർ, നല്ലൊരു ടേസ്റ്റാണ് ഇവിടുത്തെ പാല് എനിക്ക് തോന്നുന്നു. അത് മാത്രം ഈ ഒരു ടേസ്റ്റിൽ നാട്ടിലെത്തിയിട്ടില്ല എന്ന് തോന്നുന്നില്ലേ. ഇനിയിപ്പോൾ നമുക്കത് ഇറക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലോഡാണ് എനിക്ക് ഇസ്തിരി ഇടാനുള്ളത് കേട്ടോ. ഞാനെന്നിട്ട് ചോദിക്കുന്നത്, അപ്പം ഞാനില്ലാത്തപ്പോൾ ഇതൊന്നും ചെയ്യാറില്ലേ എന്നുള്ളത് അത്രയും ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു പണി എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാലില്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കണം. അത് നാളേക്ക് വെക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ഏതായാലും ഇന്ന് ഇറങ്ങി. പിന്നെയെന്ന് വെച്ചാൽ നല്ല സ്ട്രെസ്സായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഈ ഇസ്തിരിയിൽ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ ഹസ്ബൻഡിനല്ലേ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. അതിലുപരി നമ്മളിപ്പം പെണ്ണുങ്ങളില്ലേ നമ്മളെ ഭർത്താക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നാളെ നമുക്ക് അതിനുള്ള കൂലി പടച്ചോൻ തരും. അത് നമ്മളൊരു വിശ്വാസമാണല്ലോ. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അൽഹംദുലില്ലാ ചെയ്യുന്ന കാര്യം തുടങ്ങുമ്പം ബിസ്മിയും കൂട്ടി ചെയ്യുക. നമ്മളെ ശരീരത്തിൻ്റെ വേദന കുറച്ച് സമയം നമുക്ക് പിടിച്ച് നിൽക്കുക. ഒരുപാട് കണ്ടിന്യൂ നിൽക്കുമ്പോൾ നല്ല നടുവിന് പ്രത്യേകിച്ച് ഇസ്തിരി ഇടുന്ന ടൈമിൽ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ബാക്കി വെച്ചിട്ട് പിന്നെ ഇടാം. പിന്നെയും ഞാൻ വിചാരിച്ചു അത് 2 ഞാൻ തന്നെ ഇടണ്ട. അപ്പം പിന്നെ എല്ലാം ഒന്നിച്ചിട്ട് ഇന്ന് തന്നെ ഇട്ട് തീർക്കുക. അപ്പം പിന്നെ നാളെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാമല്ലോ എന്നില്ല. അപ്പം നോക്കിയാൽ എത്രയാ ഇസ്തിരി ഇട്ട് വെച്ച് നോക്കി കുറേ ഇല്ലേ. ചിലപ്പോൾ ഇതിലിടുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവുക. പക്ഷെ ഇത് ഒറ്റ ദിവസം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കൂലി നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഇപ്പം മക്കളെ വളർത്തുന്ന ടൈമായാലും നമ്മൾ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ തിരിച്ചു തരുന്നതും തരാത്തതും നമ്മളെ വിധി പോലെ ഇരിക്കും. പിന്നെ നമ്മളത് ചെയ്തു കൊടുത്തതിനാണ് നമുക്ക് നാളെ കൂലി. നമ്മൾ ഓരോ പ്രസവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരിക വേദനകൾക്കും ഒക്കെ നമുക്ക് കൂലിയുണ്ട് കേട്ടോ. അത് ആലോചിക്കുമ്പം നമ്മൾ ബ്ലെസ്ഡ് പീപ്പിൾ തന്നെയല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾ ആ ഒരു കാര്യത്തിൽ. നമുക്ക് ഇവിടുത്തെ ജീവിതം ശാശ്വതമൊന്നും അല്ലല്ലോ, കുറച്ച് കാലത്തേക്ക് ജീവിക്കാൻ വന്ന് പോകുന്നവരാണ് നമ്മൾ. അപ്പം അങ്ങനെ കാണുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടും. സീരിയസ്ലി ഞാനും കുറേ ടെൻഷനൊക്കെ അനുഭവിച്ചിട്ട് വന്ന ഒരാൾ തന്നെയാണ്, പല രീതിയിലുള്ള ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു വീട്ടിൽ ഒറ്റക്ക് സാധനങ്ങൾ അനിയന്മാരൊക്കെ പോയ ശേഷം ഞാൻ ഒറ്റക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ ഭയങ്കര ബോറടിയോ മടുത്ത പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വരുമ്പം ആയി വരുന്നു, ലെവലായി വരത്താണ്. ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നതും ഈ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നതും കുറേയെല്ലാം നമുക്ക് ഉള്ളത് തന്നെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ റീലും കാര്യങ്ങളെല്ലാം കുറേ കണ്ടിട്ടില്ലേ, ആവശ്യമില്ലാത്ത ഫീലിങ്സൊക്കെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാണ്ട് നമ്മൾ ഈ ഡിപ്രഷനൊക്കെ പറഞ്ഞിട്ട് പേരിടേന്ന് തോന്നും. അത് ഈ ന്യൂ ജനറേഷനിലെ മക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീലൊന്നും നമുക്കത് റിയൽ അല്ല. കുറേയൊക്കെ അത് ഒരു പ്രത്യേക സംഭവത്തിനടുത്ത് ആക്കി എടുക്കുന്നതാണ് അല്ലേ. പിന്നെ ഈ മൂഡ് സ്വിങ്സ് എന്നെല്ലാം നമ്മളെ ഓരോ പെർട്ടിക്കുലർ പീരീഡ് സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്തൊക്കെ ഉള്ളത് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ അതങ്ങനെ വിടലാണ്. അതെല്ലാം ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നതേ പഠിച്ചോൻ തരൂലും. അതിൻ്റെ അപ്പുറം അതാ പഠിച്ചോനറിയാം, അതിൻ്റെ അപ്പുറം തരൂല. അപ്പോൾ അതൊക്കെ സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ചിലപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ ഈ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്
എന്താക്കും നമ്മളെ കുട്ടികൾ അതൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരുത്തി വെക്കലാണ്. ശരിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അത്. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷന് തലയിൽ കയറ്റി വെക്കുന്നതാണ്. അതെല്ലാം നാച്ചുറലി നമ്മളെ ശരീരത്തിലും മനസ്സിലും നമ്മളെ കൊണ്ടാകുന്നത് തരുമെന്ന് പറയുന്ന റബ്ബിന് അത് നമ്മളെ കൊണ്ട് സഹിപ്പിക്കാനും പറ്റും. മനസ്സിലായ? അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ആവശ്യമില്ലാതെ എനിക്ക് ഇങ്ങനെയാണല്ലോ അത് കിട്ടുന്നില്ലല്ലോ ഇത് കിട്ടുന്നില്ലല്ലോ എന്നില്ല കുറേ കാര്യങ്ങൾ നമ്മൾ വേണ്ടാണ്ട് വരുത്തുന്നതാണ്. പിന്നെ എനിക്ക് നമ്മളെ ബോച്ചെ പറഞ്ഞതുപോലെ എന്താ പറയുക, നമ്മളെന്തായാലും 1000 വർഷമൊന്നും ജീവിക്കാനൊന്നും പോകുന്നില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. പിന്നെ നമ്മളെന്തിന് ഇത്ര ടെൻഷൻ അടിക്കണം? നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താക്കി അടിപൊളിയായിട്ട് അങ്ങനെ ജീവിച്ച് പോവാം. എല്ലാ കാര്യങ്ങളും ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടും ഒരാളെ നമ്മൾ നോവിക്കാണ്ടും ആരെക്കുറിച്ചിട്ടൊന്നും മോശം പറയാണ്ടും നമ്മളെ കാര്യമായി എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടും മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടും സഹായിക്കാൻ പറ്റുന്നവരെ നമ്മളെ കൊണ്ട് സഹായിച്ചിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. ആ ഒരു അറിവാണ് ഒരു മനുഷ്യൻ്റെ രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ. കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടെൻഷനിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളെന്നെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്കും എനിക്കറിയാം ഇപ്പോഴത്തെ എല്ലാവർക്കും ഉണ്ട്. ആരും 100% ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ അങ്ങനെ പഠിച്ചവനെ ആക്കൂല. ഒരാൾക്കും ഈ ഭൂമിയിൽ 100% ഹാപ്പിനെസ് ഒന്നും കൊടുക്കൂല. എല്ലാവരും പല പല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിപ്പോൾ ഇവിടെ എത്തി കഥകൾ കുറേ എത്തിയില്ലേ. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താക്കി വീട്ടിൽ നിന്ന് സ്ത്രീയുടെല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുറത്ത് പോകാമെന്ന് വിചാരിച്ചിന്, പക്ഷേ കുറച്ച് ടൈം ലേറ്റ് ആയിന് കേട്ടോ. അപ്പം അസറും കൂടി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചാൽ ആ ഇസ്തിരി ഫുള്ള് കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങൂലെന്നില്ലെങ്കിൽ അങ്ങനെ ആണ് നിന്നത്. എന്നിട്ടിതാ ആ ഒരു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു മാള് വരുന്നത് ബവാവത്ത് ചെറുക്ക് മാൾ എന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട ദൂരേ ഉള്ളൂ. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കുട്ടികളെ ഷോപ്പ് കണ്ട് ഡ്രസ്സിൻ്റെത്. അപ്പോൾ അവരോട് വീഡിയോ എടുത്തോട്ടോ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര ഹാപ്പി തന്നെ എടുത്തോന്ന് പറഞ്ഞ് അപ്പോൾ എന്താക്കി അങ്ങനെ കുറച്ച് വീഡിയോസ് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചിരുന്നു. എന്ത് ക്യൂട്ടാ അല്ലേ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് 3 പെൺകുട്ടികളാണ് കേട്ടോ. ഞാനൊരു മോളാണ്, എനിക്ക് 4 ബ്രദേഴ്സാണ്. അപ്പം ചെറുപ്പം മുതലേ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം പെൺകുട്ടികൾ വേണം, ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, കൺമഷി ഇട്ട് കൊടുക്കണം, മുടി കെട്ടി കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. പഠിച്ചുകൊണ്ട് അത് കനിന്നെ അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ എനിക്ക് 4 അനിയന്മാരാണ്. ഞാൻ ചെറിയ അനിയനെ ഞാൻ ചെറുപ്പത്തിൽ അവന് കണ്ണെഴുതി കൊടുക്കലും അവനെ മുടി കെട്ടി കൊടുക്കലെല്ലാം ഉണ്ടായിന്. അപ്പോൾ അവൻ്റെ പിരികം ഭയങ്കര തടിയാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ കൺമഷി ഇട്ടിട്ടാണ് എൻ്റെ പിരികം ഇങ്ങനെ തടിപ്പിച്ചെന്നുള്ളത്. അതിന് ശേഷം പിന്നെ മോളെ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉണ്ടായത്. മാഷാ അല്ലാ, എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സും ഇങ്ങനെയുള്ള ഡ്രസ്സെല്ലാം ചെറുപ്പത്തിൽ, പക്ഷേ ഇവിടെ ഇല്ലേ ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ. നോർമൽ റേറ്റ് ഒന്നല്ല. നമ്മൾ മാക്സിലൊക്കെ നമുക്ക് 40 ദിറംസ് 35 ദിറംസിനൊക്കെ കിട്ടുന്ന ഡ്രസ്സാണ്. പക്ഷേ ഇവിടെ വരുന്നത് 200 ദിറംസ് 180 ദിറംസ്. ഇതാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര്. ചിലപ്പം ഇങ്ങനത്തെ ഷോപ്പിലെല്ലാം നമ്മൾ എപ്പം എന്നറിയാം പോകേണ്ടത്, ഈ സെയിലിടുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങൾ വാങ്ങാം. അതുപോലെ യുണീക്കായിട്ടുള്ള സാധനങ്ങൾ നല്ല ഷോപ്പിലൊക്കെ എന്തായാലും നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ എപ്പോൾ സെയിലിടുന്നോ ആ സമയത്ത് പോയിട്ട് വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു സബ്വേൻ്റെ പുതിയ പിന്നെ ഡൊറിറ്റോസൊക്കെ വെച്ചിട്ട് പുതിയൊരു സംഭവങ്ങളൊക്കെ പിന്നെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം വാങ്ങുന്നത്. ഞാൻ കുറച്ച് മറ്റേ എന്താ പറയുക വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ ഈ ഒരു സാൻഡ്വിച്ചാണ് ഞാൻ വാങ്ങുന്നത്. അതുപോലെ മോക്ക് പപ്പോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു 10 ദിറംസിന് വാങ്ങാറില്ലേ, എന്താണ് ചിക്കൻ പോപ്കോൺ, അതും വാങ്ങി. ഇതും വാങ്ങിയിട്ട് നമ്മൾ രണ്ടാളും അവിടുന്ന് കഴിച്ചതിന് ശേഷം താഴെ നമുക്ക് കാരിഫോർ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പപ്പോയ്സ് പക്ഷേ ഇന്ന് കഴിച്ചതില്ലേ വലിയ ടേസ്റ്റ് പോരാ. നോർമലി നല്ല രസം ഉണ്ടാവും. ഇതിപ്പോൾ അവർ സ്റ്റാർട്ടാക്കുന്നത്ര 3 o'clock സ്റ്റാർട്ടാക്കുന്നത്ര വലിയ രസം പോരായിരുന്നത്. പിന്നെ ഇതാ ഇതിൻ്റെ അടുത്തുള്ള നമ്മളെ പിന്നെ ഈ ഒരു ഷോപ്പ്, ഇവിടെയും നല്ല യുണീക്കായിട്ടുള്ള സാധനങ്ങളുണ്ടാവും. പക്ഷെ അത്യാവശ്യം റേറ്റും ഉണ്ട്. ഓക്കെ, ക്രിസ്മസ് എല്ലാം ആവാനായതുകൊണ്ട് നല്ല ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഈ റെഡും വൈറ്റും ഗ്രീനൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടില്ലേ.
ആയില്ലേ എല്ലാവരും ഇനിയിപ്പം ക്രിസ്മസും അതുപോലെ പ്ലം കേക്കിൻ്റെ അതൊക്കെ മിക്സിങ് ചെയ്യുന്ന സമയമെല്ലാം ആയല്ലോ അല്ലേ. ഇനിയിപ്പം ഡിസംബറിലാകുമ്പോൾ കേക്കിൻ്റെ ചാകര തന്നെ ആയിരിക്കും അല്ലേ. എല്ലാ ഭാഗത്തും കേക്കും ന്യൂ ഇയറും കേക്കിൻ്റെ സീസണായി തന്നെ പറയാം. എന്നിട്ട് ഇതാ ഈ ഒരു ഷോപ്പിൽ ഇതാ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇതിനൊക്കെ 14 dirhams 15 dirhams ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നമ്മളെല്ലാ ഷോപ്പിലും കാണാത്ത സാധനങ്ങളാണ് ഈ ഒരു ഷോപ്പിൽ ഉണ്ടാവുക. ജപ്പാൻ മെയ്ഡാണ് കേട്ടോ ഇവിടെ വരുന്ന സാധനങ്ങൾ. ചൈനയും ഉണ്ട്, ജപ്പാൻ മാത്രമല്ല. നമ്മൾ പിന്നെ ഹോം ഡെക്കർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ ഇവിടുന്ന് ഞാൻ പണ്ടൊരു കുഞ്ഞി ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ചെടീൻ്റെ അടുത്ത് എത്തുമ്പോഴില്ല എൻ്റെ കൺട്രോൾ ഇങ്ങനെ വിടുന്നുണ്ട്. ഇതാ കണ്ടില്ലേ ഈ സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട് കുറേ കാലം മുമ്പ്, നാട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ. പിന്നെ ഇതാ ഇത് നോക്കാമെന്നല്ലാണ്ട് ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനിതിങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയില്ല. വാങ്ങലെന്ന് വെച്ചാൽ വളരെ കുറച്ചിട്ടാണ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണുന്തോറും വാങ്ങാൻ തോന്നും. വാങ്ങിയിട്ടൊരു 2-3 ദിവസം കഴിയുമ്പം അതിനോടുള്ളൊരു കൗതുകം പോവും. എന്നിരുന്നാലും നമ്മളിങ്ങനെ മതി ഇനിയിപ്പം കുറച്ച് ഒന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാമെന്നില്ല. മനസ്സിൻ്റെ ആ ഒരു നമ്മളെ കൺട്രോൾ വിടുമോ എന്ന് പല പ്രാവശ്യം നോക്കി. ചെടികളൊക്കെ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ കഴിയലില്ല. അപ്പോൾ അതിങ്ങനെ എടുത്തു പോവും. പിന്നെ നമ്മളറിയാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അല്ലേ. നമ്മൾ പിന്നെ ഇപ്പം കേക്കായാലും നമ്മൾ പിന്നെ വീഡിയോസ് ചെയ്യുന്നതായാലും നമുക്ക് പൈസ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാണ്ട് ഒരിക്കലും നമുക്ക് പൈസ കിട്ടൂല അല്ലേ. അപ്പോൾ ആ കഷ്ടപ്പാട് ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. ഇനിയെങ്കിലും കുറച്ചൊന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കേക്കും. പിന്നെ എനിക്ക് ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം തിന്നലും ഭയങ്കര ഇഷ്ടമാണ്. അത് തിന്നിട്ടില്ലെങ്കിൽ എന്തോ പോലെ ഒന്നുമില്ലെങ്കിൽ ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ആ ഷോപ്പിൽ പോയ സമയത്ത് ഇതാ ആ ഷോപ്പിൽ കേക്ക് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ചെയ്ത് തരുന്ന ഷോപ്പാണ്. ഇതാ ഇവിടെ കുറച്ച് മോഡൽസൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ മിന്നീൻ്റെതും. അപ്പോൾ അവിടുന്ന് നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഇത് ഇന്നത്തെ ദിവസം November 13 സംതിങ് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഞാൻ എന്താക്കുന്നു അത് മോളെയും കൂട്ടിയിട്ട് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ മോള് വന്നിട്ടില്ല, ആൾ വരണത്ര 2 ദിവസം കഴിഞ്ഞിട്ടാണ് എത്താം ഇൻഷാ അല്ലാ. അപ്പോൾ ആളുടെ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. താനേരി സ്കൂളിൽ നിന്ന് ഒരു 4 to 5 days അവർ ഊട്ടി കൊടൈക്കനാലില്ല ബാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ടൂറിന് പോയിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാ ഈ ഒരു ചോക്ലേറ്റ് നിങ്ങൾ നോക്കി അടിയിലില്ലേ ചോക്ലേറ്റിൻ്റെ ബേസ് കേക്കില്ലേ സ്പഞ്ച്, പിന്നെ അതിൻ്റെ മേലിൽ ചോക്ലേറ്റ് മൂസ്, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പിന്നെ ചോക്ലേറ്റ് നമ്മൾ ഇതില്ലേ ഗനാഷ് അത് കുറച്ച് ഒഴിച്ചിട്ട് സംഗതി നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ആക്കി ഇങ്ങനെ ക്രീമി ടെക്സ്ചറും കേക്കിൻ്റെ ടെക്സ്ചറും എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചിട്ട് കഴിക്കുമ്പോൾ ഇല്ലേ വേറെ ലെവലാണ് കേട്ടോ. നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. അത്രയും തിന്നാൻ പാടില്ല, കുറച്ച് സാധനം ചെറിയൊരു പീസ് അല്ലേ. പിന്നെ ഇതാ നടന്നുകൊണ്ട് വരുമ്പോൾ ഇതാ വീണ്ടും എൻ്റെ കൺട്രോൾ തെറ്റിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇത് പിന്നെ ഞാൻ വാങ്ങിയിട്ടാ. ഇതിപ്പം നമ്മളെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് ക്ലോത്ത് മോശമാവുന്നില്ല സീറ്റൊക്കെ തുടക്കുന്നത്. ഞാൻ 10 dirhams അതിന് വരുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങി. അത് കണ്ടപ്പം ഞാൻ എൻ്റെ പെങ്ങന്മാരെയും കൂടി ഓർത്തിട്ടാ അവർക്കും വേണ്ടിയിട്ട് 2 വാങ്ങിയിട്ടുണ്ട്. ഇനി അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം ഇങ്ങനെ കൺട്രോൾ വെച്ച് നിൽക്കുന്നു, വാങ്ങൂല എന്ന് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇതാ ഈ ഒരു തിഫാലിൻ്റെ സെറ്റിനില്ലേ നല്ല ഓഫർ 169 ആ ഒരു സെറ്റെല്ലാം വെർത്താണ് കേട്ടോ. തിഫാലിൻ്റെ നല്ല ബ്രാൻഡാണ്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായി. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വന്നിട്ട് വാങ്ങിക്കോട്ടാ. അതുപോലെ തന്നെ വിൻ്റർ തുടങ്ങാനായതുകൊണ്ട് അതിൻ്റെ കുറേ സെറ്റിങ്സ് അവിടെ ഉള്ളത്. പിന്നെ നിങ്ങൾ ഈ പാത്രം നോക്കിയേ 49 dirhams എന്ത് രസമല്ലേ കാണാൻ. അതിങ്ങനെ നോക്കിയിട്ട് കുറേ സമയം അവിടെ നോക്കി നിന്ന് ഇങ്ങനെ വെള്ളം ഇറക്കി ആ പാത്രത്തിന്. ഏകദേശം ഈ ഒരു പാത്രം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ കണ്ടിനാ വീഡിയോയിൽ കാണുമല്ല. പിന്നെ ഇതാ ഈ ഒരു പിന്നെ 4 ഗ്ലാസും ജഗ്ഗും ഇതൊക്കെ ചെറിയ പൈസയെ കാണുന്നില്ല. നമ്മളൊരു ആവശ്യത്തിന് പോകാമെന്നെങ്കിലേ ഇതൊന്നും അവിടെ കാണൂല, നമ്മൾ അതിന് വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ അത് കണ്ട് പിന്നെ ഹസ്ബൻഡിന് ചെരുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡിനൊരു ചെരുപ്പ് വാങ്ങി 10 dirhams ആണ്. പിന്നെ ഇതാ ഈ ഒരു ക്ലോത്തും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മോശമാകുന്നില്ലേ നമ്മൾ സീറ്റൊക്കെ തുറക്കുന്ന സമയത്ത്. പിന്നെ ഇതാ ബേക്കേഴ്സ് ഇതാ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ സാധനങ്ങൾ ഇവിടെ കടന്നിട്ടുണ്ട്. നല്ല നല്ല രസമില്ലതൊക്കെ വരുന്നുണ്ട്. സ്പാറ്റിലൊക്കെ ഡിസൈനൊക്കെ ആക്കിയിട്ടെല്ലാം വരുന്നുണ്ട്. വെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും ഓരോ മോഡൽ എന്തെങ്കിലുമായിട്ട് ഒരു മോഡൽ വരില്ലേ. ആ സ്പാറ്റിലൊക്കെ ഡോട്ടും പിന്നെ 2 വേർഡിങ്സ് എല്ലാം ആകുമ്പോഴേക്കും അതിൻ്റെ ഭംഗിയൊന്ന് മാറി.
അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കോഫി ഇല്ല. അപ്പം കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡേവിഡ് ഓഫിൻ്റെ കോഫി അനിയൻ അധികം കൊണ്ടുതരാറുണ്ട്. അത് കുടിച്ച് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നെസ്കഫെ. ഇവിടെ കാർഫോറിൻ്റെ ഒക്കെ കോഫി ഉണ്ട് കേട്ടോ, വെറും 5 ദിറംസേ അതിനുള്ളൂ. അതേപോലെ തന്നെ നെസ്കഫിൻ്റെ ബ്രാൻഡഡ് ആകുമ്പോഴേക്കും അതിന് 15 ദിറംസായി. സെയിം ബോട്ടിലാണ് കേട്ടോ. പിന്നെ ഇതാ അത്യാവശ്യം മിൽക്കും വാങ്ങി. പിന്നെ ഇതാ സ്ട്രോബെറിക്ക് നല്ല ഡീലിട്ടിട്ടുണ്ട്, 12 ദിറംസ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ നാട്ടിൽ സ്ട്രോബെറീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. സ്ട്രോബെറീസ് ആയില്ല. ഇനിയിപ്പം സ്ട്രോബെറിൻ്റെയും പിസ്താച്ചിൻ്റെ എല്ലാം ഒരു കേക്ക്, അതിൻ്റെ റീല് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രോബെറിനെ കൊണ്ട് പേസ്റ്റ് ആക്കുന്നത്. അത് കുറേ ആൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഇടയിൽ നമുക്ക് വെക്കാവുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം മറക്കരുത്, കാട്ടൂർ കഫേ കേക്ക്സ് ആൻഡ് ബേക്സ് ആണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിം. അപ്പോൾ അതിലുണ്ടാവും കേട്ടോ. എന്തുണ്ടാവുമെന്ന് നമ്മുടെ ഈ ഒരു സ്ട്രോബെറിൻ്റെ ക്രഷ് കൊണ്ട് എങ്ങനെ ആ ഒരു സ്ട്രോബെറി പേസ്റ്റ് ഉണ്ടാക്കാന്നുള്ള ആ ഒരു റെസിപ്പി അത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേബി ടൊമാറ്റോ, ലെച്ചൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും പുറത്ത് നോക്കുമ്പോഴേക്കും പഠിച്ചോനെ സമയം എത്ര ആയി നോക്കിയാൽ മകരിവ് വാങ്ങി കൊടുത്ത് കഴിഞ്ഞ്. എന്നിട്ടാണ് ഞാൻ വാച്ച് നോക്കുന്നത്, വാച്ചല്ല ഫോൺ നോക്കുന്നത്. അപ്പം പിന്നെ കളാവുന്നില്ലേലും ഒറ്റ ഓട്ടോടലാണ്. എനിക്ക് ഹസ്ബൻഡിനെ വിളിച്ച് കൂട്ടാൻ വരുമോ ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, എന്തായാലും പിന്നെ ടൈം ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാളും വീട്ടിലേക്ക് 2 കവർ ഞാനും പിടിച്ച് 1 കവർ മോളും പിടിച്ചിട്ട് വീട്ടിലേക്ക്, പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, വീട്ടിലേക്ക് ഓടിയെത്തി. അങ്ങനെ മകരിവ് നിസ്കാരം എല്ലാം കഴിയുമ്പോഴേക്ക് ആ ഒരു ടൈം കുറച്ച് കഴിയുമ്പോഴേക്കന്നെ ഹസ്ബൻഡ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞതില്ലേ, എന്നോട് പറഞ്ഞ് നേരത്തെ നമുക്ക് വരികയാണെങ്കിൽ ആളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്, മറ്റേ മാക്രോണീൻ്റെത്, അത് ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞ ആളാണ്. പിന്നെ ലേറ്റായിട്ട് വന്നുകൊണ്ട് പിന്നെ രാവിലെ പോയ ഒരാൾ ലേറ്റായിട്ട് വന്നിട്ട് പിന്നെയും കുക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിഷമമില്ല കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ഇന്ന് ചെയ്യണ്ട, ഇനി നേരത്തെ വരുന്ന ദിവസം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ആവോലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പുറത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ രാവിലെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എടുത്തു വെക്കാണ്ടില്ലേ, അങ്ങനെ ആ ഒരു പയറും അതുപോലെ തന്നെ കടുകും പച്ചരിയെല്ലാം അതിൻ്റേതായ ബോക്സിലെല്ലാം ഇട്ടിട്ട് സീറ്റ് നമുക്ക് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പേസെല്ലാം ഉണ്ടാവില്ല, നാട്ടിലെ പോലെ വലിയ വീടൊന്നുമല്ലല്ലോ, ചെറിയ സ്ഥലത്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മാക്സിമം എന്തൊക്കെ അവിടെ വെച്ചിന് അതെല്ലാം മാറ്റിയിട്ട് വേണം അടുത്തത് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ക്ലിയറായി. ഈ ഒരു സീറ്റ് തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഇത്ര ഭാഗമേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ട്. എന്താ അറിയാം, നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ മക്കളും എല്ലാ ഹസ്ബൻഡും എല്ലാം നമ്മളെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ മേലെ ഉണ്ടാകും കുറച്ച് ആൾക്കാർ, താഴെയുണ്ടാകും കുറച്ച് ആൾക്കാർ, വലിയ വീടല്ലേ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്ഥലമായതുകൊണ്ട് എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. നല്ല കിടിലൻ റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കണേ. ഇത് ആവോലി വാങ്ങിയത്, അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത്, മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, അത് വെളിച്ചെണ്ണയാണ് കേട്ടോ, തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം പൊടിച്ചത്. ഇതെൻ്റെ ഒരു സീക്രട്ടാണ് കേട്ടോ, ഈ ഒരു അയക്കൂറൊക്കെ പൊരിക്കുന്ന സമയത്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നല്ല ഫ്രഷ് അയക്കൂറയാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പരക്കിയിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയും ഇട്ടിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ചെയ്ത്, ഉള്ളി ഒരു 2.5 ഉള്ളി, ഒരു 1.5 തക്കാളി, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി. അത് നിങ്ങൾ എത്ര മീൻ എടുക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാ മസാല വേണ്ട അതിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. ഞാനൊരു മീഡിയം സൈസിൽ 2.5 ഉള്ളിയാണ് എടുത്തിന്. അതുപോലെ തന്നെ 1.5 തക്കാളിയോ അല്ലെങ്കിൽ 2 തക്കാളിയോ എടുക്കാം. ഓക്കെ, അത് നമുക്കിത് ചെയ്ത് വരുമ്പം മനസ്സിലാവും കേട്ടോ ഏകദേശം കാര്യങ്ങളൊക്കെ. പിന്നെ പുതുതായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞപാട് കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാവർക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ എന്താക്കി നമ്മളെന്ത് ചെയ്യുന്നത്, ആ ഒരു ആവോലി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഗ്രാമ്പു, ഒരു പട്ട, കുറച്ച് ജീരകം, അത് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കേടാ. അങ്ങനെ അത് ഇട്ടിട്ടാണ് ഞാൻ ഉള്ളി ഇടുന്നത്. ആ ഉള്ളിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ചൊന്ന് വഴഞ്ഞ് ഒന്ന് കളറ് മാറിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ നേർങ്ങനെ മുറിച്ച ആ ഒരു തക്കാളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതും കൂടി വഴറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മീനിടെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അത് പൊരിഞ്ഞ് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാൻ. ഇനി നമുക്ക് പൊടികൾ ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി,
1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലും നമ്മൾ നേരത്തെ ചേർത്തതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റാൻ. പിന്നെ എൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്, ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ വെറും ഉള്ളി മസാലൻ്റെ മണം മാത്രമേ ഉണ്ടാവുള്ളൂ, അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീൻ മാറ്റി വെക്കണം. ഒരു മീനിൻ്റെ പീസ് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ. അപ്പം മീനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് അതിങ്ങനെ ഉടക്കണം കേട്ടോ. അതിൻ്റെ മുള്ള് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഞാൻ പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഉടഞ്ഞ് വരുമ്പം ആ മീനിൻ്റെ ആ ഒരു ചൊയയില്ലേ, അത് ഈ ഒരു മസാലയിലേക്ക് പിടിച്ച് കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈ പൊരിച്ച മീൻ അങ്ങനെ കൊടുക്കുന്നത്. കറിയിലിട്ടതിന് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പക്ഷേ കറിയിലിട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് വരാം. ഇട്ടിട്ട് പൊത്തി വെക്കണം കേട്ടോ. ഒരു 2-3 സെക്കൻഡ് പൊത്തി വെച്ചിട്ട് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ഒഴിക്കാവുന്നതാണ്. പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാം. എന്നിട്ട് മല്ലിയില ഇട്ട് നല്ല കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റില്ല ഫിഷ് റോസ്റ്റ്. മനസ്സിലായോ? ഇത് നല്ല റെസിപ്പിയാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ചപ്പാത്തി കുഴച്ചിട്ട് ചുടുന്നുണ്ട്. ബാക്കിയുള്ള മല്ലിയിലയിൽ ഞാൻ കുറച്ച് ചപ്പാത്തിൻ്റെ മേലിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ അതിൻ്റെ കൂടെ നമ്മൾ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കക്കിരിയും. ഞാൻ ആ സമയത്ത് ഹസ്ബൻഡ് റെഡി ആയോ എന്ന് ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് മുറിച്ച് തരുമോ. അത് മുറിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനും ആൾ മുറിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ആ ഒരു നമ്മൾ തക്കാളി വാങ്ങിയിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു തക്കാളി നല്ല മധുരം. അതിലേക്ക് തക്കാളിയും ഒലീവ്സും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഇതിൽ ചേർക്കുക, ഉപ്പ് ചേർക്കുക. നമ്മളൊന്നും ചേർക്കില്ല കേട്ടോ, ജസ്റ്റ് അതിങ്ങനെ മിക്സാക്കും. അതുപോലെ നമ്മളെ ചപ്പാത്തി റെഡിയായി, മറ്റേ ഫിഷ് റെഡിയായി, സലാഡും റെഡിയായി. അപ്പോൾ ഇന്നില്ലേ നല്ല പണിയാണ് കേട്ടോ. എൻ്റെ നടുവിന് നല്ല പണി കിട്ടീന്. എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതലേ ഞാൻ ഇന്ന് ഇസ്തിരി ഇടാൻ കുറേ നടന്ന് പിന്നെ ഇതാ വീണ്ടും കുറേ നിന്ന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ കിടക്കാനാകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് പിന്നെ യൂനോ കളിക്കലും സംസാരമെല്ലാം ആയിട്ട് രാത്രിയിൽ വേഗം നമ്മളെ പിടിച്ച് കിടത്തുവിട്ട് ഒരു 9:30 തന്നെ നമ്മളോട് കിടക്കാൻ പറയും. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അത് ചെയ്തതുകൊണ്ട് രാവിലെ ആ ഒരു ക്ഷീണമില്ല, കണ്ടിന്യൂ അങ്ങനെ പോകും. നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. വീഡിയോ നല്ല ലെങ്തി ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് ക്ഷീണം പിടിച്ചു പോയി. ഇൻഷാ അല്ലാഹ് പിന്നെ ഇഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾ അറിയിക്ക്, പുതിയ നല്ല വീഡിയോ ആയിട്ട് വരാം. ഇതുപോലുള്ള വീഡിയോ വേണമെന്നുള്ളത് അതും പറയാട്ടോ. നിങ്ങൾക്ക് ഓക്കെയാണ്. അതുപോലെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. See you with another video. So it's bye from Cartoon Cafe.